ഇപ്പോൾ ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ മാറ്റാൻ വേണ്ടി ഭർത്താക്കന്മാർ ചെയ്യുന്നത് ഈ കൊച്ചിനെയും അമ്മയും കൊണ്ട് ഒരു ട്രിപ്പം കൊണ്ടുപോകും. അങ്ങനെയെങ്കിലും സമാധാനം കിട്ടും, ഡിപ്രഷനൊക്കെ ഒന്ന് മാറട്ടെ എന്ന് വിചാരിച്ച്. ഇതങ്ങനെ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ മാറ്റാൻ വേണ്ടി യൗസേപ്പ് കൊണ്ടുവന്ന ഒരു ജേർണി പാക്കേജ് ഒന്നും അല്ല. മറിച്ച് നിക്കക്കള്ളിയില്ലാതെ ഓടുകയാണ്. ഓടുന്ന എങ്ങോട്ട്? ഈജിപ്ത്. ഒരു വശത്ത് ഹെറോദേസ്, ഒരു വശത്ത് ഈജിപ്ത്. ഇതിന്റെ പേരാണ് ചെകുത്താനും കടലിനും നടുക്ക്. ഇതിന്റെ പേരാണ് ചെകുത്താനും കടലിനും നടുക്ക്. കാരണം പുറകെ കൊല്ലാൻ ആരോടിക്കുന്നു? ഹെറോദേസ്. ചെന്ന് കയറാൻ പറഞ്ഞ സ്ഥലം ഏത്? ഈജിപ്ത്. കൊള്ളാവുന്ന സ്ഥലമാണോ ഈജിപ്ത്? കാരണം എന്താ? ഇസ്രായേലിന്റെ സങ്കടത്തിന്റെ ഓർമ്മയുടെ പേരാ ഈജിപ്ത്. വേറെ എങ്ങോട്ട് പോകാൻ പറഞ്ഞാലും യൗസേപ്പിനും മറിയത്തിനും പരാതിയും പരിഭവം ഇല്ലാതെ പോകാൻ പറ്റുമായിരുന്നു. ഇവിടെയും ഒരു പരാതി ഇല്ലാതെ പോയെ. പക്ഷെ എന്നാലും ഈജിപ്ത് സങ്കടത്തിന്റെ ഇടവാ. എന്താ കാര്യം? ഞങ്ങളുടെ പൂർവികരുടെ കണ്ണീരും രക്തവും വീണ മണ്ണാണ് ഈജിപ്ത്. അടിമത്തത്തിന്റെ മണ്ണാണ് ഈജിപ്ത്. അവിടെ കാത്തിരിക്കുന്നത് സംരക്ഷണമാകണമെന്ന് ഒരു ഉറപ്പുമില്ല. അവിടെ വരവേൽക്കാൻ വേണ്ടി പൂച്ചെണ്ടും തന്ന് സ്വീകരിക്കാൻ വേണ്ടി ഈജിപ്തിൽ ആരും കാണില്ല. ഒരിക്കൽ രക്ഷപ്പെട്ട് ഇറങ്ങിപ്പോയ ഇസ്രായേലിന്റെ മക്കളെ തിരിച്ചു കിട്ടിയാൽ വീണ്ടും അടിമത്തത്തിലേക്ക് തള്ളിയിടാൻ കാത്തിരിക്കുന്ന ഒരു മണ്ണാകണം ഏത്? ഈജിപ്ത്. അതാണ് ഞാൻ പറഞ്ഞത്. പുറകിൽ ഹെറോദേസ്, മുമ്പിൽ ഈജിപ്ത്. ചെകുത്താനും കടലിന്റെ നടുക്ക് നിൽക്കുകയാണ് ആര്? മറിയവും യൗസേപ്പും. ആ നേരത്തും മറിയം എന്ത് ചെയ്തു? പ്രത്യാശിച്ചു. മറിയം ആ നേരത്തും പരാതി പറഞ്ഞില്ല, പ്രത്യാശിച്ചു. നമ്മുടെ മുമ്പിൽ അത്തരം നേരങ്ങളുണ്ട്. പുറകിൽ നിന്ന് ആക്രമണം വരികയാണ്. പുറകിൽ നിന്ന് ആക്രമണം. മുമ്പിൽ കാണുന്നത് നമ്മുടെ ബുദ്ധിയിൽ നോക്കിയാൽ പരിഹാരമായിട്ട് തോന്നുന്നില്ല. നമ്മുടെ ബുദ്ധിയിൽ നോക്കിയാൽ മുമ്പിൽ കാണുന്നത് ഈജിപ്താണ്. ആ ഈജിപ്തിലേക്ക് ഞാൻ ഇനി പോകില്ല. എന്നെ മുറിവേൽപ്പിച്ചവരാ അവര്, എന്നെ തകർത്ത് കളഞ്ഞവരാ, എൻ്റെ ഓർമ്മയിൽ രക്തം കിനിയുന്ന ഇടമാണ് ഈജിപ്ത്. അങ്ങോട്ട് ഇനി ഒരു കയറ്റമില്ല എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ വാശികളിൽ നിൽക്കുമ്പോൾ മറിയം പഠിപ്പിക്കുന്നു, പ്രത്യാശ വയ്ക്ക്. Our God has a plan. നമ്മുടെ ദൈവത്തിന് പദ്ധതിയുണ്ട്.